തീർച്ചയായും. അപ്പോൾ അതാണ് അറിയേണ്ടത്. UDF-ന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കളത്തിലിറങ്ങിയിരിക്കുന്നു. LDF-ന് വേണ്ടി ടി ടൈസൺ മാസ്റ്ററാണ് ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ശക്തനായ ഒരു പ്രതിയോഗിയാണ് എന്ന് ഈ മണ്ഡലത്തിലുള്ളവർ പറയുന്നുണ്ട്. NDA-ക്ക് വേണ്ടി വത്സല പ്രസന്നകുമാറാണ് ഇത്തവണ മത്സരിക്കുന്നത്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും കളത്തിൽ സജീവമാണ് ഇപ്പോൾ തന്നെ. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ജനശബ്ദത്തിലേക്ക്. കഴിഞ്ഞ ഭരണസമിതി തന്നെ ഭരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അത് തന്നെ വരും. ആര് വന്നാലും കണക്ക് തന്നെ. നമ്മൾ പണിയെടുത്താൽ നമുക്ക് കഴിക്കാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. അതാണല്ലോ ഒരു നല്ല ഭരണകൂടം. പിണറായിയുടെ ഭരണം വളരെ മോശമാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നിലവിൽ ഈ 2 പാർട്ടിയും മാറി മാറി ഭരിച്ച് നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൂന്നാം മുന്നണി ഭരണം ഇവിടെ വന്നം. ഒരു സാധ്യത കാണുന്നുണ്ട്. ശബരിമലയിൽ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിച്ചും ഒരു കട്ടും പിടിച്ച് ഇപ്പം ആകെ കുട്ടിച്ചോറാക്കി വെച്ചാക്കിയാണ് ഇവിടെ. ഒരു സതീശൻ ജയിക്കുമെന്നാണ് എല്ലാവരും പറയണത്. കാലങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വരുമെന്നാണ് പറയണത്. ചൂടായിക്കൊണ്ടിരിക്കണം. നല്ലൊരു വികസനം ഉണ്ടാവും. പറവൂര് സതീശൻ 100% ജയിച്ചിരിക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.